சிங்கிள் லைஃப் தான் ஜாலியா இருக்கும். மேரேஜ் ஆனா அப்படி இருக்கணும் இப்படி இருக்கணும் கண்டிஷன் போடுவாங்க. പ്രശ്നങ്ങൾ കാണുമല്ലോ. ഓക്കെ ആണോ നോക്കി നിൽക്കണ്ട. പക്ഷെ എൻ്റെ വൈഫ് എന്നെ എനിക്കൊരു അസുഖം വരുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും സഹായിക്കാനും അത് തന്നെയല്ല എൻ്റെ കുടുംബകാര്യങ്ങൾ നോക്കുന്നതെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലാണ് മാരേജ് ലൈഫാണ് നല്ലത്. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുട്ടികളായ മക്കളായി വലയതുണ്ട്, വീട് വെക്കണം, എന്തൊക്കെ ഇതുണ്ട്. ഇഷ്ടമുള്ളത് ചെയ്യാ, ഇന്ന ആളുടെ ഇതൊന്നും വേണ്ടല്ലോ. നമുക്കെല്ലാം ഒരു വിലക്കുണ്ടാവും. ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ വിവാഹം കഴിക്കണതാണ് നല്ലത്. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയി. കാലം മാറി, കാഴ്ചപ്പാട് മാറി. എന്നാൽ വിവാഹത്തോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ മനോഭാവം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം. സിംഗിൾ ലൈഫ് ആണോ ബെസ്റ്റ് അക്കോർഡിംഗ് ടു യു ഗൈസ്? മാരീഡ് ലൈഫ് പാർട്ട്ണർ ഷെയറിംഗ് എനിക്കോ മാരീഡ് ലൈഫ്. സിംഗിൾ ലൈഫ് தான் ஜாலியா இருக்கும். சிங்கிள் லைஃப் എന്തുകൊണ്ടാണ്? சிங்கிள் லைஃபா இருந்தா நம்மளுக்கு பிடிச்ச மாதிரி ஜாலியா லைஃப் என்ஜாய் பண்ணலாம். மேரேஜ் ஆனா அப்படி இருக்கணும் இப்படி இருக்கணும் கண்டிஷன் போடுவாங்க. കണ്ടീഷൻ ഇല്ലാത്ത ഒരാൾ വരുവാണെങ്കിലോ? கண்டிஷன் இருந்தாலும் இல்லைனாலும் சிங்கிள் லைஃப் தான் பெஸ்ட். ഓക്കെ. നിങ്ങൾക്കോ? സിംഗിൾ ലൈഫോ മാരീഡ് ലൈഫോ? സിംഗിൾ ലൈഫ്. സിംഗിൾ ആണോ? സിംഗിൾ ലൈഫ് അല്ലേ? സിംഗിൾ ലൈഫ്. ഓക്കെ. എന്റെ അഭിപ്രായത്തിലോ സിംഗിൾ ലൈഫ് ആണോ മാരീഡ് ലൈഫ് ആണോ? മാരീഡ് ലൈഫ്. മാരീഡ് ലൈഫ്. എന്തുകൊണ്ടാണ് മാരീഡ് ലൈഫ് ചൂസ് ചെയ്തത്? ഇവർ രണ്ടുപേരും സിംഗിൾ ആണോ പറഞ്ഞത്? എന്തായിരിക്കും? എന്തുകൊണ്ടാന്ന് വെച്ചാൽ മാരീഡ് ലൈഫ് അടിപൊളിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, ശരിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് സിംഗിൾ ലൈഫ് നല്ലതെന്ന് പറഞ്ഞത്? സിംഗിൾ ലൈഫ് വേറെ സ്ട്രെസ് അല്ല വേറെ പ്രശ്നങ്ങൾ കാര്യമൊന്നും ഇല്ലല്ലോ. മാരീഡ് ലൈഫ് പ്രശ്നമാണെന്ന് പറയുന്നത്. മാരീഡ് ലൈഫ് പ്രശ്നമാണെന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ കാണുമല്ലോ. പറ്റില്ല. സിംഗിൾ ലൈഫ് കരഞ്ഞു പറയുന്ന സിംഗിൾ ലൈഫ് നമുക്ക് ഭയങ്കര ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. പിന്നെ നമുക്ക് സ്വന്തം കാര്യം നോക്കി നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർക്ക് ഉള്ള വിഷമങ്ങൾ സന്തോഷങ്ങളെല്ലാം ഓക്കെ ആണോ നോക്കി നിൽക്കണ്ട. പിന്നെ ഈ കാലത്ത് സിംഗിൾ ആയിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. മനുഷ്യനൊരു സോഷ്യൽ ആനിമൽ ആണെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരു സാമൂഹിക പ്രതിബദ്ധതകൾ മറ്റുള്ള വിഷമങ്ങളിൽ പങ്കുചേരുന്നതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ഒരു കൈൻഡ് ഓഫ് ലവ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഓക്കെ. സിംഗിൾ ലൈഫ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അറിഞ്ഞൂടാ. വിഷം കഴിച്ച ചാകണം നമുക്ക് ആ ഡയലോഗ് പറഞ്ഞ ലൈഫ് പോലെ പറ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സിംഗിൾ ലൈഫ് എന്ന് പറയാൻ കാര്യം? സിംഗിൾ ലൈഫ് നടക്കാനാ? മാരീഡ് ആയി നടക്കാൻ പറ്റില്ല. അത് വേറെ എനിക്ക് ചോദിക്കണ്ടേ? അതെ, ചോദിക്കണം. ഓക്കെ, അതൊരു ബുദ്ധിമുട്ടാണ്. അതെ. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ചോദിച്ചിട്ടൊക്കെ പോകുന്നില്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കുന്ന പോലെ നിങ്ങൾ ചോദിക്കുന്ന വിചാരിച്ചാൽ പോരെ? അങ്ങനെ ചോദിക്കുന്ന പോലെ അല്ല. അത് വേറെ സ്വന്തമായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സിംഗിൾ ലൈഫാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. പാരന്റ്സിന്റെ പൈസ ഉണ്ടാക്കാൻ പറ്റി പാരന്റ്സിന്റെ ഇതിൽ മാരേജ് ലൈഫാണ്. മാരേജ് ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും പറയാമെങ്കിൽ നമുക്കൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന പോലെ ആകില്ല. നാളെ ചിലപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാം, മറ്റു കാര്യങ്ങൾ വരാം. എനിക്കിപ്പോൾ 58 വയസ്സായി. ഞാൻ KSRTC പെൻഷനായ ഒരാളാണ്. എൻ്റെ ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് ഒത്തിരി അസുഖങ്ങളുണ്ട്. ഞാൻ ഈ അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അസുഖങ്ങൾ, ന്യൂറോയുടെ പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ എൻ്റെ വൈഫ് എന്നെ എനിക്കൊരു അസുഖം വരുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും സഹായിക്കാനും അത് തന്നെയല്ല എൻ്റെ കുടുംബകാര്യങ്ങൾ നോക്കുന്നതെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലാണ് മാരേജ് ലൈഫാണ് നല്ലത്. സിംഗിളാണ് ഇപ്പൊ നിലവില്. അത് എന്താവും തമ്പുരാൻ അറിയാമോ? എന്താണ് ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവര് ഒപ്പീനിയൻ എന്താ? ഇപ്പൊ ചേട്ടൻ മാരേജിനെ പറ്റി പറയുകയാണെങ്കിൽ പോവണ്ട എന്താണ്? അങ്ങനെ തന്നെ പറയാറുള്ളൂ. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാ മെനക്കേട് തന്നെ, അല്ലാണ്ട് അല്ലാതെ വേറെന്താന്നപ്പാ. ഒരു കുട്ടി വന്ന ചേട്ടൻ സ്വീകരിക്കുക നല്ലതാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാന്ന്. சிங்கிள் லைஃப். എന്തുകൊണ്ട് സിംഗിൾ ലൈഫ്? எந்த பிரச்சனையும் இல்லை. நம்ம உண்டு நம்ம வேலை ஒன்று இருக்கலாம். மேரேஜ் பண்ணால் கொஞ்சம் காசு பிரச்சனை. ഓക്കെ. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? ആർ യു മാരീഡ്? நோ மேரேஜ். സിംഗിൾ தான். ഓക്കെ. സിംഗിൾ ലൈഫാണ് നല്ലത്. എന്തുകൊണ്ട്? എന്താ ഇതേമാതിരി കഷ്ടപ്പെടണ്ടേ കല്യാണം കഴിച്ചാ? കല്യാണം കഴിക്കുന്നത് ഒരു കഷ്ടപ്പാടാണ്. പിന്നെ കഷ്ടപ്പാടാണത്. എന്താ പ്രധാന കഷ്ടപ്പാട്? കുട്ടികൾ എന്തൊക്കെ തന്നെ കണ്ടില്ല, കണ്ടു വെയിലുകൊണ്ട് ഇരിക്കണല്ലോ. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുട്ടികളായ മക്കളായി വലയതുണ്ട്, വീട് വെക്കണം, എന്തൊക്കെ ഇതുണ്ട്, പല പ്രശ്നങ്ങളും ഇല്ലേ. അപ്പൊ നാളെ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിട്ട് കല്യാണം കഴിപ്പിച്ച് വിടുവോ? പിന്നെ അത് വേണല്ലോ, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഒരു പറയുന്നത് തെറ്റല്ലേ? അപ്പൊ അങ്ങനെ
സിംഗിൾ ലൈഫാണ് വേണ്ടത്. അന്നേരം നമുക്ക് ബോധം ഉണ്ടായില്ല ഇത് ഇങ്ങനൊക്കെ വരും എന്നുള്ളത്. അപ്പൊ ഇനി ചേട്ടന്റെ കുട്ടികൾ പറയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, സിംഗിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത്? പിന്നെ തീർച്ചയായും സിംഗിൾ ലൈഫാ എന്താണ് അനുഭവ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ചേട്ടന്റെ ഭാര്യ മക്കളൊക്കെ മക്കള് 20, 19. എന്താ പ്രശ്നം എന്താണ്? എന്ന് പറയുമ്പോ എന്താ പ്രത്യേകിച്ച് പറയുമ്പോ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ സത്യം പറയുകയാണെങ്കിൽ. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നത്? ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണോ, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റുന്നില്ലെന്നാണ്, അങ്ങനെ എന്തെങ്കിലും കാര്യമാണോ? ആഗ്രഹം കൊണ്ട് പണത്തിന്റെ വിഷയമൊന്നുമല്ല, വീട്ടില് സ്നേഹം പരസ്പരം മനസ്സിലാക്കാത്ത ഒരു അതിൻ്റെ ഒരു സിംഗിൾ ലൈഫ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ന്യൂ ജനറേഷൻ ഓരോരുടെ ലൈഫ് കൊണ്ടുവരുമ്പോൾ ഓരോരുടെ ഫീലിങ് കുടുംബത്തിന് കിട്ടുമ്പോഴാണല്ലോ മക്കൾക്ക് അറിയണത്. അത് ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ലൈഫ് മനുഷ്യനെ ആഗ്രഹിച്ചു പോകേണ്ട സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ പഠിച്ച ഒരു സിംഗിൾ ലൈഫായി ഒന്നും ആഗ്രഹിച്ചുള്ളൂ. ജീവിതം അല്ലാണ്ട് ആയിരുന്നെങ്കിൽ സിംഗിൾ ലൈഫിനെ പറ്റി അറിയില്ല. അപ്പം ജീവിതത്തിൽ വന്ന കാരണം കൊണ്ട് സിംഗിൾ ലൈഫിനെ പറ്റി ഒരു മാരേജ് ലൈഫ് എന്തുകൊണ്ട് ഒരു ഫാമിലി കുട്ടികളുണ്ടാവുമ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുണ്ടാവുമല്ലോ. അതെ അതെ. ഇപ്പൊ കുറെ കുട്ടികൾ പറയുന്നുണ്ട്, എസ്പെഷ്യലി പെൺപിള്ളേർ പറയുന്നുണ്ട് കല്യാണത്തോട് താല്പര്യമില്ലെന്ന്, അവരുടെ സ്വാതന്ത്ര്യം അങ്ങനെ എനിക്ക് വിശ്വാസമില്ല. ഒരിക്കലും ഇല്ല. നമ്മൾ സുഖമില്ലാതെ ഇരിക്കുമ്പോൾ വയസ്സായി കഴിയുമ്പോൾ അസുഖമായി ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. മാരേജ് ലൈഫ് എന്തുകൊണ്ടാണ്? മാരേജ് ചെയ്യണമല്ലോ, ജീവിതത്തിൽ മാരേജ് അത്യാവശ്യമല്ലേ? അത്യാവശ്യമാണ്. ഇപ്പൊ കുറെ പെൺകുട്ടികൾ പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ. അത് അവരുടെ ഒപ്പീനിയനാണ്, നമ്മളെ ഒപ്പീനിയൻ. അത് ഒത്തിരി ആൾക്കാർ പറഞ്ഞപ്പം സാഹചര്യങ്ങളൊക്കെ മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ പിള്ളേരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കാത്തതെന്നൊക്കെയാണ് പറയുന്നത്. ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. രണ്ട് വിധത്തിലും ഓക്കെയാണ്. സിംഗിൾ ലൈഫല്ലേ? സിംഗിൾ ലൈഫ് എന്തുകൊണ്ടാ? സിംഗിൾ ലൈഫ് ആവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇന്ന ആളുടെ ഇതൊന്നും വേണ്ടല്ലോ. അങ്ങനല്ല, മാരേജ് വിലങ്ങാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും സിംഗിൾ ലൈഫാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള. സെയിം ഒപ്പീനിയൻ തന്നെയാണോ? സിംഗിൾ ലൈഫാണ്. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ജീവിക്കാം, നമുക്ക് ആരെയും ഒരു ഇത് വേണ്ട. ഈ മാരേജ് ലൈഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? അവിടെ എന്താ ഒരു അങ്ങനെയല്ല, നമുക്ക് എല്ലാം ഒരു വിലക്കുണ്ടാവും. നമുക്ക് ഇനി പോകാൻ പാടില്ല, ചെയ്യാൻ പാടില്ല ഒരു ഇതുണ്ടാവും. അതാവുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാം. ഇഷ്ടം പോലെ നമുക്ക് എപ്പോഴെങ്കിലും കയറി വരാം വീട്ടിലായാലും. അങ്ങനെ തോന്നൂല. എന്നാലും കല്യാണം കഴിച്ചതന്നെ. കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയി കഴിയുമ്പോ ഒരു ചെറിയൊരു സന്തോഷം. രണ്ട് അതുപോലെയല്ല. സിംഗിൾ നമുക്ക് ജീവിക്കാൻ പറഞ്ഞതിൽ സിംഗിൾ ലൈഫ് ബെറ്റർ ആണ്. പക്ഷെ ഒത്തിരി കമ്മിറ്റഡ് ഇല്ല. സിംഗിൾ ഓക്കെ, ബട്ട് ലൈഫാണ് ഒരു ലൈഫിൽ നമുക്ക് ജീവിക്കാൻ എന്തായാലും ഒരു ഫാമിലി ആയിട്ട് നിൽക്കാനല്ല. മാരീഡ് ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ വിവാഹം കഴിക്കണതാണ് നല്ലത്. 48 വയസ്സായി, ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ കഷ്ടപ്പാട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, ചെറുപ്പത്തിൽ മനസ്സിലായില്ല. നമ്മൾ ഈ അനുഭവിച്ച് വരുമ്പോഴാണ് ആ കഷ്ടപ്പാട് മനസ്സിലാകുന്നത്. വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ പറയാൻ ഒരാളുള്ളത് നല്ലതല്ലേ? ഇപ്പൊ കുറെ പെൺകുട്ടികൾ പറയുന്നുണ്ട് കല്യാണം കഴിച്ച ഫ്രീഡം പോകുമെന്ന്, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, നല്ല പാർട്ട്ണറാണ് കിട്ടണമെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയി. 3 പെൺപിള്ളേരുണ്ട്. 3 പെൺപിള്ളേരാ? പഠിക്കുവാണോ അവര്? സ്റ്റാൻഡേർഡ് സ്കൂൾ, കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് സ്കൂളുണ്ട്. മൂത്ത കുട്ടി 7ാം ക്ലാസ് പോകുന്നു, ചെറിയ കുട്ടി 6ാം ക്ലാസ് പോകുന്നു, അതിക്ക് ചെറിയ കുട്ടി 4ാം ക്ലാസ് പോകുന്നു. ശരിക്കും നാട് കോയമ്പത്തൂർ, തമിഴ്നാട്. നമ്മൾ ഇവിടെ വന്ന് 30-40 കൊല്ലമായി ഇവിടെ ഉണ്ടായിരുന്നു. മുമ്പിൽ ഇവിടെ എല്ലാം ഷെഡ് ഉണ്ടായിരുന്നത്. ഇപ്പം മാറി ഇപ്പം വീട് വാടക എടുത്ത് താമസിക്കുന്നു. മാസത്തേക്ക് 8000 രൂപ. സിംഗിൾ ലൈഫ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലൈഫാണ് ബെറ്റർ. കാരണം ഒന്നുമില്ല, സിംഗിൾ ലൈഫാണ് ബെറ്റർ. സിംഗിളാണ്. കല്യാണം കഴിച്ചുള്ള ജീവിതം. കല്യാണം കഴിഞ്ഞോണ്ടാണോ? അതല്ല, കല്യാണം കഴിഞ്ഞുള്ള ജീവിതമാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറെ ആൾക്കാർ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ സ്ത്രീകൾ പറയുന്നുണ്ട്, പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട എന്നൊക്കെ. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്ന് അറിയോ? മാരേജ് ലൈഫ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു തുണ ഒരാളുണ്ട് എന്തിനും.
അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സിംഗിളാണ് നല്ലത്. അതെന്താ അങ്ങനെ? ആകുമ്പോ എല്ലാം നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ല. പ്രാരാബ്ദം കൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല, എല്ലാം കൊണ്ടും നല്ലത് അത് തന്നെയാണ്. എത്ര സിംഗിൾ ആയിട്ട്? ഞാൻ അടുത്ത മാസം കല്യാണമാണ്.